നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും അധികം കണ്ണു നോക്കിയിരിക്കുന്നത് BJP ആണെന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം 20% എന്ന വോട്ട് ഷെയറിലേക്ക് BJP എന്ന് കാലെടുത്ത് വെച്ചു അന്നു മുതൽ ഭരണം പിടിക്കുക എന്ന BJPയുടെ എക്കാലത്തെ ലക്ഷ്യത്തിലൂന്ന് തന്നെയാണ് കേരളത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട BJP നേതാക്കൾ കണ്ണുവെച്ചിരിക്കുന്ന സീറ്റ് അതെന്തൊക്കെയാണ്? നിലവിൽ പല പ്രചരണങ്ങൾ നടക്കുന്നു. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിലേക്ക് എന്ന വാർത്ത വരുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യസഭയിലൂന്നിയുള്ള പ്രവർത്തനമല്ലേ സുരേന്ദ്രൻ നടത്തുന്നത്? മറുഭാഗത്ത് ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ ഉറപ്പ് നൽകി മേയർ സ്ഥാനാർത്ഥിത്വം നൽകിയില്ല, അതുകൊണ്ട് വട്ടിയൂർക്കാവിലേക്ക് പരിഗണിക്കുമെന്ന വാർത്ത വന്നപ്പോൾ വട്ടിയൂർക്കാവല്ല, മറിച്ച് അടുത്ത പാർലമെന്ററി തിരഞ്ഞെടുപ്പിലായിരിക്കും ശ്രീലേഖയ്ക്ക് സാധ്യതയെന്നുള്ള ഊഹാപോഹങ്ങൾ വരുന്നു. പ്രമുഖ നേതാക്കളൊക്കെ തലസ്ഥാനം കണക്കാക്കി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഏകദേശം 35 മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമായി നിൽക്കുന്നു. അതിൽ 28 വിജയസാധ്യത കൽപ്പിക്കുന്നു. എങ്ങനെ നോക്കിയാലും തലസ്ഥാനത്ത് 4 സീറ്റ് അത് സ്വന്തമാക്കുമെന്ന വിജയപ്രതീക്ഷ തന്നെയാണ് BJP പങ്കുവെക്കുന്നത്. അതിൽ അവരുടെ ഹോട്ട് സീറ്റായി മാറുന്നത് വട്ടിയൂർക്കാവ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മുൻകൂട്ടി തന്നെ BJP കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. പുതുവർഷത്തിൽ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടക്കം കടക്കാനാണ് കോർ കമ്മിറ്റിയിൽ തീരുമാനമായിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഭരണം പിടിച്ചത് ഉൾപ്പെടെ നൽകിയ ആത്മവിശ്വാസം, അതിന്റെ ബലത്തിൽ തന്നെയാണ് BJP ഉള്ളത്. മിഷൻ 2026 BJPയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്ത്രം അണിയറയിൽ ഒരുങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ മാസം തന്നെ തലസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് BJP കടക്കും. പടിപടിയായുള്ള വളർച്ച, അതിന് തന്നെയാണ് കൂടുതൽ ആക്കം പകരുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മുന്നേറ്റമുണ്ടാക്കിയ A ക്ലാസ് മണ്ഡലങ്ങൾ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാർഡ് കണക്കാക്കി വോട്ട് ഷെയർ വർദ്ധിച്ച മണ്ഡലങ്ങൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ച് തവണ പ്രവർത്തിക്കും. BJPക്ക് തിരുവനന്തപുരത്ത് ഏറെ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്ന മണ്ഡലങ്ങളുണ്ട്. അതിനെയാണ് A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങൾ അതിൽ ഉൾപ്പെടുന്നു. തൃശൂർ, പാലക്കാടൊക്കെ ഇതുപോലെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി പറയുന്നു. ആകെ 10 മണ്ഡലങ്ങളിൽ ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതത്തിൽ ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിലാകട്ടെ വിജയം ഉറപ്പായി നേടിയെടുക്കാൻ വേണ്ടി കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന സ്ഥാനാർത്ഥികളെ, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങളെ അവതരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ സിനിമ, സീരിയൽ രംഗത്തുള്ള നിരവധി ആളുകളെ ഉൾപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള വടംവലി BJPക്കുള്ളിൽ തന്നെ മുറുകുന്നത്. മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്താണ് വട്ടിയൂർക്കാവ് എത്തിയിട്ടുള്ളത്. BJPയുടെ ഹോട്ട്സ്പോട്ടായി അങ്ങനെ അത് മാറുന്നു. R ശ്രീലേഖയ്ക്കും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ G കൃഷ്ണകുമാറിനും ഒക്കെ തന്നെ താല്പര്യമുള്ള മണ്ഡലം എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങി. നേരത്തെ 2 തവണ മത്സരിച്ച കുമ്മനം രാജശേഖരൻ, അതുപോലെ 2016-ൽ 2021-ൽ മത്സരിച്ച VV രാജേഷും മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ താറടിച്ചുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരുന്നു. BJPയുടെ സാധ്യത വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2026-ൽ ഇവിടെ താമര വിരിയിക്കാൻ കഴിയുമെന്ന വിജയപ്രതീക്ഷയാണ് അവർക്കുള്ളത്. മേയർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. അതിനുശേഷം R ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് നൽകുമെന്ന ഉറപ്പ് നേതാക്കൾ നൽകിയെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് ശ്രീലേഖയുടെ പേര് നിയമസഭയ്ക്കായി വട്ടിയൂർക്കാവിൽ ഉയർന്നു കേട്ടത്. കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി വട്ടിയൂർക്കാവിലേക്ക് താല്പര്യം അറിയിച്ചു. വട്ടിയൂർക്കാവില്ലെങ്കിൽ എങ്ങും മത്സരിക്കുന്നില്ല എന്ന രീതിയിലേക്കായിരുന്നു ആ വാർത്തകൾ പ്രചരിച്ചത്. R ശ്രീലേഖയാകട്ടെ പിന്നെയും ഇടഞ്ഞ വാർത്ത പുറത്തു വന്നു. ഇതിന് പിറകെയാണ് G കൃഷ്ണകുമാർ ഏതാനും മാസങ്ങളായി വട്ടിയൂർക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ബൂത്ത് ലെവലിലടക്കം കൃഷ്ണകുമാറിന്റെ പ്രവർത്തന രീതികൾ ജനങ്ങളുമായി, പ്രവർത്തകരുമായി സമ്പർക്കം പുലർത്തുന്ന വാർത്തയൊക്കെ തന്നെ പുറത്തു വന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനു മുൻപുമൊക്കെ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഓഫീസ് പോലും എടുത്ത് ബൂത്ത് ലെവലിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയും BJP കൃഷ്ണകുമാർ നൽകിയിരുന്നു. ഇതോടൊപ്പം ഏകദേശം 75ഓളം വാർഡുകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയുമായി പ്രവർത്തിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് വട്ടിയൂർക്കാവിലെ സാധ്യത? വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാർ വിജയിക്കുമോ? ഇക്കാര്യം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. 25 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് വട്ടിയൂർക്കാവ്.
ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബവും ഭാര്യയുടെ കുടുംബവും എൻ്റെ ഓഫീസൊക്കെ വട്ടിയൂർക്കാവിലാണ്. ഇതിന് പുറമെ നമുക്കിവിടെ ബൂത്ത് തലം 172 ബൂത്തുകളാണ്. ഓരോ ബൂത്തും എനിക്കറിയാം. അതിന് മുകളിൽ ഏരിയ ആയിക്കോട്ടെ, മണ്ഡലമായിക്കോട്ടെ, ഓരോ മണ്ഡലം പ്രസിഡന്റും ഏരിയ പ്രസിഡന്റുമായിട്ട് നിത്യബന്ധത്തിലിരിക്കുകയാണ്. പിന്നെ സംഘവുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഒരു പ്രവൃത്തി മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഓരോ പൊതുപ്രവർത്തകനും, ഒരു രാഷ്ട്രീയ പ്രവർത്തകനും അവനവൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിക്കഴിഞ്ഞാൽ ഗുണവശം എന്ന് വെച്ചാൽ, ഒന്ന്, പാർട്ടിക്ക് സോളിഡായിട്ട് വോട്ട് ഇവിടെ ഉണ്ട്. 2, പാർട്ടിക്ക് അതീതമായി നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് അനുകൂലമാവും. പിന്നെ ഇതിനകത്തൊക്കെ ഒരു വലിയ ഘടകം എന്ന് വെച്ചാൽ, ഇന്ന് ജെൻസികൾ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അവരുടെ പ്രശ്നങ്ങൾ ആരും പരിഹരിക്കുന്നില്ല, അവരുമായിട്ടൊരു ബന്ധവുമില്ല. അവിടെ ദൈവമായിട്ട് എനിക്ക് 4 മക്കളെ തന്നിരിക്കുന്നു. ഇളയാൾക്ക് 20ഉം മറ്റേയാൾക്ക് 30ഉമാണ്. അപ്പോൾ ഇവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതും, അപ്പോൾ അവരും ജെൻസിയുമായിട്ട്, അവർ ജെൻസിയുടെ ഭാഗമാണ്. അപ്പോൾ അവരുടെ അച്ഛൻ എന്നുള്ളത് എനിക്ക് എന്നും ഒരു അഡ്വാൻറ്റേജാണ്. മാത്രമല്ല ഇന്ന് ഒരു കൊച്ചുമോനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങളുടെ പേരിലൊരു വ്യാജ കേസും എല്ലാം ഉണ്ടാക്കി ഞങ്ങളെ വല്ലാതെ ദ്രോഹിച്ചൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മകള് 9 മാസം ഗർഭിണിയായിട്ടിരിക്കുകയായിരുന്നു. ഇവൻ അകത്ത് കിടന്ന് വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നിരിക്കാം. ഇവൻ്റെ ജനനം പോലും ജനങ്ങൾക്ക് അത് അവരെ വലിയ സ്നേഹിച്ചു, അവർ വലിയ താല്പര്യം കാണിച്ചു, അവരുടെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഓരോരുത്തരും നമ്മുടെ വീട്ടിലോട്ട് എത്തിക്കും. എന്തെന്ന് വെച്ചാൽ ജെൻസിയിലോട്ടും, അതും കഴിഞ്ഞപ്പോൾ ആൽഫയും ബീറ്റയുമായി ജനറേഷൻ. അപ്പോൾ ബീറ്റയിലാണ് നമ്മുടെ ഏറ്റവും ഇടയാൾ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ജെൻസികളുടെ പ്രശ്നങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പിതാവാണ് ഞാൻ. ഇത് അവർക്കും അറിയാം. അവർക്കാണെങ്കിൽ വോട്ടിങ്ങിൽ വലിയ താല്പര്യമില്ലാതെ വരികയാണ്. അപ്പോൾ അവരും ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്യും. 25 വർഷക്കാലമായി താനും തൻ്റെ കുടുംബവും ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവെന്നും, ഓഫീസടക്കം ഭാര്യയുടെ വീടടക്കം വട്ടിയൂർക്കാവിലുണ്ട്. അതുകൊണ്ട് പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവാണ്, അവിടെ ഉറപ്പായും വിജയിക്കാൻ കഴിയുമെന്ന പ്രത്യാശ കൂടിയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. ഏതൊരു പൊതുപ്രവർത്തകനും ആഗ്രഹമുള്ളൊരു വിഷയമാണ് സ്വാഭാവികമായും തങ്ങളുടെ കർമ്മമേഖലയിൽ, കർമ്മമണ്ഡലത്തിൽ മത്സരിക്കാനുള്ളത്. എന്നിരുന്നാലും പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കുമെന്നാണ് കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വട്ടിയൂർക്കാവിലുണ്ടായ ആ മുന്നേറ്റം അതുതന്നെയാണ് ഏവരെയും ആകർഷിക്കുന്നത്. 2016 കുമ്മനം മത്സരിച്ചതോടെയാണ് BJPയുടെ സാധ്യത വട്ടിയൂർക്കാവിൽ തുറന്നു കണ്ടത്. CPMനെ 3ാം സ്ഥാനത്തെത്തിക്കാൻ അന്ന് കുമ്മനം രാജശേഖരന് കഴിഞ്ഞു. ഇഞ്ചോടിഞ്ച് പോരാട്ടം. K മുരളീധരനോടെന്ന 7622 വോട്ടുകൾക്കായിരുന്നു കുമ്മനം പരാജയപ്പെട്ടത്. BJPക്ക് 20%-ലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ 2019 അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ S സുരേഷ് മത്സരിച്ചപ്പോൾ BJP വീണ്ടും 3ാം സ്ഥാനത്തേക്ക് പോയി. അന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ചില വിഭാഗീയതയാണെന്നുള്ള ഊഹാപോഹങ്ങൾ പിന്നീട് പ്രചരിച്ചിരുന്നു. പക്ഷെ പിന്നീട് 2021 VV രാജേഷ് മത്സരിച്ച് 2ാം സ്ഥാനം തിരിച്ചു പിടിച്ചു. 2021 VK പ്രശാന്ത് വിജയിച്ചപ്പോൾ VV രാജേഷ് BJPയെ അങ്ങനെ വീണ്ടും മുന്നിലേക്ക് എത്തിച്ചു. 2021 ശബരിമല ഉൾപ്പെടെ സർക്കാർ വിരുദ്ധ ആരോപണങ്ങൾ ശക്തമായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായ ഒരു ഘട്ടം, അതിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അന്നത്തെ നിയമസഭ കഴിഞ്ഞു, പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ്, ഈ അടുത്ത് നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ BJPയെ മണ്ഡലത്തിൽ ഒന്നാമതെത്തിച്ചിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ശശി തരൂരിനേക്കാൾ 8000-ലധികം വോട്ടുകളുടെ ലീഡാണ് നേടിയത്. ഇതേപടി നിയമസഭയിൽ പ്രതിഫലിച്ചാൽ വിജയമുറപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇവിടെ മത്സരിക്കാൻ ആരായിരിക്കുമെന്നുള്ളതിൽ വലിയ പോര് തന്നെയാണ് നടക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലാകട്ടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 22 വാർഡുകളിൽ 11 എണ്ണവും BJPക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാഴ്ച ഇത്തവണ കാണാൻ സാധ്യമായി. UDF ആകട്ടെ 9 വാർഡ് നേടിയെടുത്തു. LDF 4ലേക്ക് ചുരുങ്ങി. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, അവലോകനം ചെയ്യുമ്പോൾ BJPക്ക് ഇനി എന്താണ് ഭയപ്പെടാനായിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയാണ് വട്ടിയൂർക്കാവ് A ക്ലാസ് മണ്ഡലമായും പ്രമുഖ നേതാക്കളൊക്കെ തന്നെ വട്ടിയൂർക്കാവിനെ ലക്ഷ്യം വെച്ച് കടന്നു വരുന്നത്. കുമ്മനം രാജശേഖരൻ അടക്കം വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുവെന്ന സൂചന കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തെ ആറന്മുളയിൽ പരിഗണിക്കുമെന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം കിട്ടാതെ പോയ R ശ്രീലേഖ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കാമെന്ന ഉറപ്പ് നേതാക്കൾ നൽകിയെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സുരേന്ദ്രൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതോടെ ആ വാഗ്ദാനവും നിറവേറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമോ എന്ന ഭയം ഒരുപക്ഷെ ശ്രീലേഖയെ വേട്ടയാടി കാണും.
അതുകൊണ്ട് പരസ്യ പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. എന്നാൽ കെ സുരേന്ദ്രനെ പാർട്ടി പരിഗണിക്കുന്നത് പാലക്കാടോ അതല്ലെങ്കിൽ തൃശ്ശൂരോ ഒക്കെ തന്നെ ആയിരിക്കും. ഏറ്റവും ഒടുവിൽ ഇങ്ങ് തെക്കൻ ജില്ലകളിലേക്ക് എത്തിയാൽ പത്തനംതിട്ടയ്ക്ക് ഇപ്പുറം കെ സുരേന്ദ്രൻ എത്താൻ സാധ്യതയില്ലെന്നാണ് അനുമാനം. പക്ഷേ വട്ടിയൂർക്കാവില്ലെങ്കിൽ ഇത്തവണ മത്സരരംഗത്തില്ല എന്നാണ് കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നതായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പറഞ്ഞത്. എന്നാൽ അത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കല്ല, പകരം രാജ്യസഭയിലേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് സുരേന്ദ്രൻ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിരവധി തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് വോട്ട് ഉയർത്തിയ നേതാവ് കൂടിയാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് ഇനി മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി നിൽക്കുകയാണ് എന്നുള്ള സൂചനയും സുരേന്ദ്രൻ നൽകി കഴിഞ്ഞു. വിജയ സാധ്യതയുള്ള മണ്ഡലം അതുതന്നെ ആയിരിക്കും ഒരുപക്ഷെ സുരേന്ദ്രൻ നിൽക്കുന്നെങ്കിൽ ഇത്തവണ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. അങ്ങനെ ആ ശ്രീലേഖയുടെ കാര്യം എന്ത്? അവർക്ക് വാക്ക് കൊടുത്ത ചില നേതാക്കൾ ഇതിനോടൊക്കെ തന്നെ വെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ശ്രീലേഖയെ പരിഗണിക്കാൻ സാധ്യതയുള്ളത് പാർലമെന്ററി തിരഞ്ഞെടുപ്പിൽ, അതായത് MP സ്ഥാനത്തേക്കായിരിക്കും. അങ്ങനെയാകുമ്പോൾ കോർപ്പറേഷനിൽ BJPക്ക് വലിയൊരു പരിങ്ങൽ ഉണ്ടാകില്ല. അതല്ല, നിയമസഭയിലേക്ക് പരിഗണിച്ചാൽ 6 മാസത്തിനിപ്പുറം വിജയിച്ചു വന്ന കൗൺസിലർ രാജിവെച്ച് പോയാൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അതൃപ്തി അതുതന്നെ ആയിരിക്കും BJPയെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തെ പ്രവർത്തന പരിചയം ഒരു നേട്ടമാക്കി എടുക്കാം, 4 വർഷത്തെ പരിചയം നേട്ടമാക്കി എടുക്കാമെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. മേയർ സ്ഥാനത്തേക്ക് തന്നെയാണ് പരിഗണിച്ചത്. മേയർ ആക്കാമെന്നുള്ള ഉറപ്പിലാണ് താൻ മത്സരിക്കാൻ ഇറങ്ങിയതെന്ന ശ്രീലേഖയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് വിവാദമായി മാറി. മേയർ സ്ഥാനം കിട്ടാത്തതിൽ അതൃപ്തിയില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ലെന്നും കൗൺസിലറായി തന്നെ ഈ 5 കൊല്ലം തുടരുമെന്നും ശ്രീലേഖ പറഞ്ഞത് ഒരുപക്ഷെ പാർലമെന്ററി തിരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കുമെന്ന സൂചന കിട്ടിയതുകൊണ്ടായിരിക്കും. ഈ ഘട്ടത്തിലാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന രീതിയിൽ ജി കൃഷ്ണകുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. എന്തുതന്നെ ആയിരുന്നാലും പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നിർണായകമാകുന്നത്. കേരളത്തിൽ BJPക്ക് ജയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാർട്ടിയും വിലയിരുത്തുന്നത്. കാരണം BJPയുടെ വോട്ട് വർധനവ് BJPക്ക് അനുകൂലമായി, ഇതിനേറെ പറയുന്നു തലസ്ഥാനം കീഴടക്കാൻ BJPക്ക് കഴിഞ്ഞെങ്കിൽ അത് വലിയ സൂചന തന്നെയാണ്. അതുതന്നെയാണ് ഇതിനുള്ള തുടക്കമെന്നുകൂടി അവർ കരുതുന്നുണ്ട്. BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ ഉണ്ടായിരുന്ന ഒരു അകൽച്ച, ഇത്രയും കാലം കരുതിയിരുന്ന ആ ഒരു വെറുപ്പ്, അതൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നും മാറിയിരിക്കുന്നു. ഒരു വർഗീയ പാർട്ടി എന്ന പ്രതിച്ഛായ ഇത്രയും കാലം CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും BJPക്ക് ചാർത്തി നൽകിയെങ്കിൽ 2014 മുതൽ 2024 വരെയുള്ള രാജ്യത്തിന്റെ വികസന മോഡൽ ആ അകൽച്ച മാറ്റിയെടുത്തു. ജനങ്ങളുടെ മനസ്സിലേക്ക് BJPക്ക് ഇറങ്ങി വരാൻ സാധിച്ചു. മോദി എന്ന ആ വ്യക്തിപ്രഭാവം അത് ജനങ്ങളുടെ മനസ്സിൽ അലയടിച്ചു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലെ ലോക്സഭാ വിജയവും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണവും ഒക്കെ ഇതിന് തെളിവായി തന്നെ BJP വിലയിരുത്തുന്നുണ്ട്. ഇനി വി മുരളീധരനാകട്ടെ കഴക്കൂട്ടത്തായിരിക്കും ഇത്തവണ ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിലായിരുന്നു ആറ്റിങ്ങലിൽ MP സ്ഥാനം നഷ്ടമായത്. ഇത്തവണ ഒരു തരത്തിലും അത് നഷ്ടമാകില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് വി മുരളീധരനുള്ളത്. A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് കഴക്കൂട്ടം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച MT രമേശിനെയും ഇത്തവണ മത്സരിപ്പിക്കുമെന്ന സൂചന കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ചെങ്ങന്നൂരിലായിരിക്കാം അദ്ദേഹത്തിന് സാധ്യതയുള്ളത്. PK കൃഷ്ണദാസ് ആകട്ടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന കാട്ടാക്കടയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. തൃശൂർ നഗരഭരണത്തിൽ പങ്കാളിയായിരുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ ആയിരിക്കും ഒല്ലൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടത്തുന്നത്. ജില്ലാ മണ്ഡലം തലങ്ങളിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ വേണ്ട രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാത്തതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചെറിയ തോതിൽ വോട്ട് ശതമാനം കുറയാനുണ്ടായ ഘട്ടമെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ വെച്ച് പരിഗണിക്കുമ്പോൾ 2020 നിന്നും 25 വോട്ട് ഷെയറിൽ വർധനമുണ്ടായി. പക്ഷേ ലോക്സഭയിൽ കിട്ടിയ വോട്ട് ഷെയർ നിലനിർത്താനായി കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ അഴിച്ചുപണികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇതുകൂടാതെ പരിഗണനയിലുള്ള ചില സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളും അതുകൂടി ഒന്ന് പരിശോധിക്കണം. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ കൽപ്പിക്കപ്പെടുന്നത് പോലെ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ജി കൃഷ്ണകുമാറിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രീലേഖയെയും പരിഗണിക്കാനുള്ള സാധ്യത തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് കൽപ്പിക്കുന്നത്. തൃശ്ശൂരിൽ MT രമേശ് ആയിരിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു കേൾക്കുന്നുണ്ട്. പാലക്കാട് പ്രശാന്ത് ശിവനും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനും, മലമ്പുഴയിൽ സി കൃഷ്ണകുമാറും, തിരുവല്ലയിൽ ഒരുപക്ഷെ അനൂപ് ആന്റണിയും, പാലയിൽ ഷോൺ ജോർജും, ചാത്തന്നൂരിൽ BB ഗോപകുമാർ, ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ, മഞ്ചേശ്വരത്ത് ML അശ്വിനി, ഷൊർണൂരിൽ KK അനീഷ് കുമാർ, മണലൂരിൽ AN രാധാകൃഷ്ണൻ, കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണൻ, ആറ്റിങ്ങലിൽ P സുധീർ, ചിറയൻകീഴാകട്ടെ ആശാനാഥ്, എറണാകുളം ജിജി ജോസഫ്, കാഞ്ഞിരപ്പള്ളി നോബിൾ മാത്യു എന്നിവരൊക്കെ ആയിരിക്കും ഇത്തവണ മത്സരിക്കുമെന്ന സൂചനയാണ് BJP ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതിയും MV ഗോപകുമാറും ഒക്കെ തന്നെ ഈ പേരുകളൊക്കെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. എന്താകും പോര് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.
ന്യൂസ്.